UDF സർക്കാർ ബജറ്റ് പുതുക്കിയപ്പോൾ കാസർഗോഡ് നീലേശ്വരം നഗരസഭയുടെ വികസന ഫണ്ടിനുണ്ടായത് വലിയ തിരിച്ചടിയാണ്. നഗരസഭയുടെ വികസന ഫണ്ട് 5,78,00,000 നിന്ന് 1,72,00,000 വെട്ടിക്കുറച്ചിരിക്കുകയാണ് VD സതീശൻ സർക്കാർ. വികസന ഫണ്ട് 70% കുറച്ചത് DPC അംഗീകാരം നേടിയ നഗരസഭയുടെ വികസന പദ്ധതികളെ നിർജ്ജീവമാക്കുമെന്ന് നഗരസഭാ ചെയർമാൻ ആരോപിക്കുന്നു. 2026 ജനുവരിയിൽ സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ച വാർഷിക ബജറ്റിൽ നീലേശ്വരം നഗരസഭയ്ക്ക് അനുവദിച്ചിരുന്നത് 5,78,06,000 രൂപയുടെ വികസന ഫണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നീലേശ്വരം നഗരസഭ വാർഷിക പദ്ധതി തയ്യാറാക്കി ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരം നേടിയെടുത്ത് പദ്ധതി പ്രവർത്തനങ്ങളിലേക്ക് കടക്കവെയാണ് UDF സർക്കാരിന്റെ പുതുക്കിയ ബജറ്റിലുണ്ടായ വൻ രീതിയിലുള്ള വികസന ഫണ്ട് കുറക്കൽ നഗരസഭയ്ക്ക് തിരിച്ചടിയായി മാറിയത്. VD സതീശൻ സർക്കാരിന്റെ പുതുക്കിയ ബജറ്റിലൂടെ 4,05,72,000 രൂപയുടെ കുറവാണ് നഗരസഭയുടെ വികസന ഫണ്ടിലുണ്ടായത്. ഇത് കാരണം കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരമേഖലകളുടെ വികസനം, ഏറ്റെടുക്കേണ്ട റോഡുകളുടെ പ്രവൃത്തികൾ തുടങ്ങിയവ പാതി വഴിയിലാകും. പശ്ചാത്തല ഉൽപാദനം, വികസനക്ഷേമ മേഖലകളിൽ വിവിധ പദ്ധതികൾ ഈ സാഹചര്യത്തിൽ ഒഴിവാക്കേണ്ടി വരുമെന്ന് നഗരസഭാ ചെയർമാൻ മുഹമ്മദ് റാഫി പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഈ പണം മുൻനിർത്തിക്കൊണ്ട് നഗരസഭാ പദ്ധതികൾ തയ്യാറാക്കുകയും ആ പദ്ധതിക്ക് DPC അംഗീകാരം, ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റിയുടെ അംഗീകാരം തേടി പദ്ധതികൾ നടപ്പിലാക്കുന്ന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് ഇപ്പോൾ പുതിയ സർക്കാരിൻ്റെ പുതിയ ബജറ്റ് ഇവിടെ അവതരിപ്പിച്ചത്. ഇപ്പോൾ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ തുടങ്ങുന്ന സമയത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തീർത്തും നിർവീര്യരാക്കുന്ന നിലപാട് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുകയാണ്. കേന്ദ്രവിഹിതമായ ധനകാര്യ കമ്മീഷൻ ഗ്രാന്റിൽ സർക്കാർ വർധനവ് വരുത്തിയിട്ടുണ്ട്. എന്നാൽ കേന്ദ്രവിഹിതം 50% നിർബന്ധമായും ശുചിത്വം, കുടിവെള്ളം പദ്ധതികൾക്കായി വിനിയോഗിക്കണമെന്നാണ് വ്യവസ്ഥ. നീലേശ്വരം നഗരസഭയ്ക്ക് കീഴിലുള്ള താലൂക്ക് ആശുപത്രി, ഹോമിയോ ആശുപത്രി എന്നിവിടങ്ങളിലേക്ക് മരുന്ന് എത്തിക്കുന്നതിൽ ഉൾപ്പെടെ വികസന ഫണ്ട് വെട്ടിച്ചുരുക്കൽ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന ആശങ്ക ഉയർത്തുന്നു. കൃഷിക്ക് ഉപയോഗിക്കേണ്ട പൈസ ഇതാണ്, മൃഗസംരക്ഷണത്തിന് ഉപയോഗിക്കേണ്ട പൈസ ഇതാണ്, ക്ഷീരസംരക്ഷണം, അതുപോലെ തന്നെ ആരോഗ്യ മേഖല. അത് മാത്രമല്ല, പുതിയ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ പുതുതായി ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അതിന് കൂടി ഉപയോഗിക്കേണ്ട പണമാണിത്. ഇപ്പോൾ പുതിയ റോഡുകൾ നിർമ്മിക്കണമെങ്കിൽ, ഏതെങ്കിലും റോഡ്, പഴയ കട്ട് റോഡുകൾക്ക് പുതിയ ടാറിടണമെങ്കിൽ, ഇങ്ങനെ എന്തിനും ചെലവഴിക്കാൻ പറ്റുന്ന തുകയാണ് ഈ വെട്ടിക്കുറച്ചിരിക്കുന്നത്. വികസന ഫണ്ടിന് പുറമെ നഗരസഭയുടെ പട്ടികജാതി വികസന ഫണ്ടും VD സതീശൻ സർക്കാർ വെട്ടിക്കുറച്ചിരിക്കുകയാണ്. പട്ടികജാതി വികസന ഫണ്ട് 75,58,000 രൂപയുണ്ടായത് 64,25,000 രൂപയായി കുറഞ്ഞു. അമൃത ന്യൂസ്, കാസർഗോഡ്.